ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായണ തണലിൽ ആത്മീയ നവീകരണം 17-ാം ഭാഗം. ശ്രീരാമചരിതത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണ് കൗസല്യാദേവി നടത്തുന്നത്. വനവാസത്തിന് പുറപ്പെടുന്നതിന് മുൻപ് ശ്രീരാമനോട് കൗസല്യാദേവി നടത്തുന്ന സ്തുതി ഭഗവാന്റെ സർവവ്യാപിയായ ദിവ്യരൂപത്തെ വർണ്ണിക്കുന്നതാണ്. നമസ്തേ ദേവദേവേശ, നമസ്തേ പുരുഷോത്തമ, നമസ്തേ സർവഭൂതേഷു സർവാത്മൻ നമോ നമ. നമസ്തേ രാഘവ ശ്രീമൻ, നമസ്തേ രഘുനന്ദന, നമസ്തേ സീതാപതേ രാമ, നമസ്തേ ലോകനായക. ശ്രീരാമനും ലക്ഷ്മണനും സീതയും വനയാത്രയ്ക്ക് പുറപ്പെടുന്ന ഭാഗമാണ് ഞാനിന്ന് പാരായണം ചെയ്യുന്നത്. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവ് തന്നോടു, ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമിക്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഹേതമകലെ കളഞ്ഞിനി ഞങ്ങളെ, താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. കൈകേയിക്ക് ദശരഥൻ 2 വരം നൽകാമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒന്ന്, തൻ്റെ മകനായ ഭരതൻ രാജാവാകുക. 2, ശ്രീരാമൻ 14 വർഷം കാട്ടിൽ വസിക്കുക. താതൻ്റെ വാക്ക് പാലിക്കാനായി സന്തോഷത്തോടെ ലക്ഷ്മണനും സീതയും ശ്രീരാമനോടൊപ്പം യാത്രയാവുകയാണ്. കൈകേയിക്കുണ്ടാകുന്ന സങ്കടവും സംഭ്രമവും ഇല്ലാതാക്കാൻ ശ്രീരാമൻ്റെ ഈ ഉത്കൃഷ്ടമായ വാക്കുകൾക്ക് കഴിഞ്ഞു. യോജനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനമുടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയായ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പശമെന്നുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയ ഭർത്തുമുഖാഭുജം. ഗൂഢമായി നോക്കി നാളെങ്ങനെ ഞാനിതു കാടമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗല ദേവതാവല്ലഭൻ രാഘവനിങ്ങിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരവാനം കലർന്നു നിന്നിടിനാൻ. ശ്രീരാമൻ സീതയിൽ നിന്ന് കൈകേയി കൊടുത്ത വൽക്കലം സീതയുടെ ദിവ്യ വസ്ത്രങ്ങളുടെ മീതെ ചുറ്റി. തപോധനനായ വസിഷ്ഠ മഹർഷിക്ക് പോലും കൈകേയിയുടെ നേർക്ക് കഠിനമായ കോപം ഉണ്ടായി. എന്നതു കണ്ടൊരു രാജധാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നത് കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി. കോപേന ഭർഷിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാനെന്തിനു
എന്തിത് തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഹലി. രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം. ഹത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോട് കൂടെ പ്രയാണം ചെയ്യുകിൽ. സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം. ഭർത്തു ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാ ചരിച്ചിടുകന്നേ വരൂ. വസിഷ്ഠ മഹർഷി ഘോരമായി കൈകേയിയുടെ പ്രവൃത്തിയെ ശകാരിക്കുന്ന ഭാഗമാണ് കേട്ടത്. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോട് വേവമരുൾ ചെയ്തു. രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം. ഇത്തമുക്ത്വാ രാമവക്ത്രാംബുജം പാർത്തു പുത്ര ഹാ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭി രാമാംഗ മ പ്രാണസമാന മനോഹര. ദുഃഖിച്ച് ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു. ദശരഥൻ ശ്രീരാമന്റെ യാത്രയെക്കുറിച്ചോർത്തപ്പോൾ തകർന്നു പോകുന്ന സന്ദർഭമാണ് ഈ വരികളിലുള്ളത്.